വെറ്റില കൃഷിയിൽ വിജയം വരിച്ച് കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശി പത്മകുമാർ. സമ്മിശ്ര കൃഷി ചെയ്തിരുന്ന പത്മകുമാറിന് കൃഷിയിൽ നേട്ടം നൽകിയത് വെറ്റില കൃഷിയാണ്. ആഴ്ചയിൽ 2 തവണയാണ് വിളവെടുപ്പ്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. സമ്മിശ്ര കൃഷിയിൽ വിജയം കൈവരിക്കാനായില്ലെങ്കിലും വെറ്റില കൃഷിയിലൂടെ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കരുനാഗപ്പള്ളി കോഴിക്കോട് കോട്ടുങ്കലേത്ത് വീട്ടിൽ പത്മകുമാർ. ആദ്യം 1000 തണ്ടുകളാണ് നട്ടത്. കൃത്യമായ പരിചരണത്തിലൂടെ തൈകൾ കരുത്തോടെ വളർന്നു. 3-ാം മാസം മുതൽ വെറ്റിലയുടെ വിളവെടുപ്പും തുടങ്ങി. ടൗണിലെ മുറുക്കാൻ കടകളിലും മൊത്തവ്യാപാര കേന്ദ്രങ്ങളിലും നേരിട്ട് എത്തിച്ചു. ആഴ്ചയിൽ 2 തവണ വിളവെടുപ്പ്. നല്ല വില ലഭിക്കുന്ന സമയങ്ങളിൽ ആഴ്ചയിൽ 15,000 രൂപ വരെ വരുമാനം. പൂർണ്ണമായും ജൈവവളം മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. സഹായത്തിന് ഭാര്യ ബീനയും ഒപ്പമുണ്ട്. ചാണകപ്പൊടി, കപ്പലിൻ്റെ പിണ്ണാക്ക്, ചവറ്, ചാരം, പിന്നെ മൂത്രം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൂടുതൽ ഒഴിക്കണമെന്നേ ഉള്ളൂ. അത് ചെയ്യാം. പിന്നെ ഇതുകൊണ്ട് നല്ലൊരു വരുമാനമാണ്. ഒരാളുടെ ജീവിതമാർഗം ഇതുകൊണ്ട് നടക്കും. ഒരു 6 മാസം ആകുമ്പോൾ ഇത് ഇറക്കി ഇടണം. ഇതൊക്കെ മേളിൽ പോകും. ഇതൊക്കെ ഇറക്കി ഇടണം. പിന്നെ താഴെ നിന്ന് വെച്ച് കെട്ടി പിന്നെ വളമൊക്കെ ഇട്ട് ഇങ്ങോട്ട് കയറുമ്പോൾ പിന്നെ ഇത് തന്നെ വെറ്റയുടെ കൃഷി പരിപാടി ഇത് തന്നെ. നല്ല ഇനം തൈകൾ ശേഖരിച്ച് നട്ട് പരിപാലിച്ചാൽ മികച്ച രീതിയിൽ വെറ്റില ലഭിക്കുമെന്ന് ഇദ്ദേഹം പറയുന്നു. മഴയില്ലാത്ത സമയങ്ങളിൽ ദിവസവും നനച്ചു കൊടുക്കണം. വർഷത്തിൽ 2 തവണയാണ് പുതിയ തൈകൾ നടുന്നത്. തോട്ടത്തിൽ കളകൾ വളരാതെയും ചെടിക്ക് ഇളക്കം തട്ടാതെയും ശ്രദ്ധിക്കണം. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ മികച്ച വിളവ് ലഭിക്കും. വെറ്റില കൃഷിക്കൊപ്പം സമ്മിശ്ര കൃഷിയും ഒപ്പം കന്നുകാലി കൃഷിയും ഇദ്ദേഹം നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.